കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിടുകയാണ് ഡോക്ടർ തരൂരിൻ്റെ മുഖ്യമന്ത്രി സർവേ പോസ്റ്റ്. സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ തനിക്കാണ് കൂടുതൽ പിന്തുണയെന്ന റിപ്പോർട്ടാണ് ചർച്ചകൾക്ക് വഴിവരുന്നിട്ടത്. ഡോക്ടർ തരൂർ പങ്കുവച്ച സർവേ തള്ളിയും പരിഹസിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം. അങ്ങനെയുള്ള പല സർവേകളും വരും. അതൊന്നും ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. സർവേ ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരു സർവേ പങ്കുവയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പൊതുവേ ഇവിടെ കേരളത്തിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ മുഖ്യമന്ത്രി ആയിക്കോളും. അങ്ങനെ പൊതുവെ അങ്ങനത്തെ ഒരു ചർച്ച ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പം അങ്ങനെ ചർച്ചയെ പ്രസക്തിയില്ല. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരും വരും. അപ്പം ഞാൻ നാളെ പറയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനൽ നടത്തുന്ന സർവേയിൽ എൻ്റെ പേര് രണ്ടാമതോ മൂന്നാമതോ വന്നാൽ എനിക്ക് അവകാശപ്പെടാം. അപ്പം അത്തരം സർവേ ഒന്നും പാർട്ടി ഗൗരവമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. AICC സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്തു പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. UDF അധികാരത്തിൽ വരുന്നുള്ളൊരു സർവേ കഴിഞ്ഞ ദിവസം ശശി തരൂർ പങ്കുവച്ചു. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഏറെ പിന്തുണയുള്ള ആളെന്നും ആ സർവേയിൽ പറയുന്നത്. സാർ, ഇതിനിടെ ഡോക്ടർ തരൂർ തന്നെ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രൂക്ഷമായി വിമർശിച്ച് ഒരു ലേഖനം എഴുതി. അതും ചർച്ചയാകുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരുന്നു. ആദ്യം സലീം മാലിക്കിലേക്ക്. തരൂരിൻ്റെ ഇന്ന് വന്ന പോസ്റ്റിനെ കുറിച്ചാണ് സലീം മാലിക് സംസാരിക്കുന്നത്. പറയൂ സലീം. കേരളത്തിൽ മുഖ്യമന്ത്രി ആര്, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച നിലയിലാണ് ശശി തരൂർ ഇന്നലെ ഒരു എക്സ് പോസ്റ്റ് ഷെയർ ചെയ്തത്. പക്ഷേ ആ പോസ്റ്റിനെ പാർട്ടി നേതാക്കൾ അപ്പാടെ തള്ളുകയാണ് എന്ന് മാത്രമല്ല, അതിൽ വലിയ കാര്യമില്ല എന്നൊരു വിലയിരുത്തലിൽ കൂടിയാണ് നേതൃത്വമുള്ളത്. നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും പ്രതികരണം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ശശി തരൂർ കേരളത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ട്. അത് ഏറെക്കാലമായി തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു വഴിക്കും ഒപ്പം തന്നെ ശശി തരൂർ മറ്റൊരു വഴിക്കും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ ശശി തരൂരിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു സർവേ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ സർവേയിൽ ഒരു വിശ്വാസ്യതയുമില്ല എന്ന് രമേശ് ചെന്നിത്തല കൂടി പറഞ്ഞ സർവേയെ തള്ളിയതോടുകൂടി സംസ്ഥാന നേതൃത്വത്തിൽ ശശി തരൂർ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. പ്രത്യേകിച്ചും പാർട്ടി ഇതിനെ വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ശശി തരൂർ ഈ എക്സ്പോസ്റ്റ് ഷെയർ ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണ്. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രീതി തനിക്കാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു അജണ്ടയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതേസമയം മറ്റ് നേതാക്കളൊക്കെ തന്നെ പറയുന്ന പ്രതികരണങ്ങളിൽ പോലും ആ ഒരു കണിശതയുണ്ട്. പ്രത്യേകിച്ചും വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്നവരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന കെ മുരളീധരൻ്റെ പ്രസ്താവന. ശശി തരൂർ സംസ്ഥാനത്ത് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പരാതി കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ആ പരാതി കൂടി അടിവരയിടുന്ന നിലയിലാണുള്ളത്. ഒപ്പം തന്നെ ഏതെങ്കിലും നിലയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം
സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഇല്ല. അഥവാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പോലും ആ പട്ടികയിൽ ശശി തരൂർ ഉണ്ടാവില്ല എന്ന സൂചനകളാണ് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ഇന്ന് മുൻ UDF കൺവീനർ MM ഹസനും നിലവിലെ UDF കൺവീനർ അടൂർ പ്രകാശും ഒക്കെ ഈ സർവേയെ തള്ളി എന്ന് മാത്രമല്ല സർവേയെ പരിഹസിക്കുകയും പ്രധാനമന്ത്രിയാകാനുള്ള ഒരു സർവേ നടത്തിയാൽ പോലും അദ്ദേഹത്തിന്റെ പേരുണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് കൂടി ആ പശ്ചാത്തലത്തിലാണ്. എന്തായാലും ഈ കേരള വോട്ട് വൈബ് എന്ന ഒരു ഏജൻസിയാണ് ഈ സർവേ നടത്തിയത്. ആ ഏജൻസി 2.5 മാസം മുൻപ് മാത്രം സ്ഥാപിക്കപ്പെട്ടതും നിലവിൽ ഇന്നലെ ഈ സർവേ ശശി തരൂർ ഷെയർ ചെയ്യുന്ന സമയത്ത് 100-ൽ താഴെ മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന തട്ടിക്കൂട്ട് ഏജൻസിയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നിലവിലും ഇന്നത്തെ ദിവസവും 180 ഫോളോവേഴ്സ് മാത്രമാണ് എക്സ് ഹാൻഡിലിൽ കേരള വോട്ട് വൈബ് എന്ന ഏജൻസിക്കുള്ളത്. SKN.